കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മത്സ്യക്കൂട്ടങ്ങൾ തീരക്കടൽ വിട്ടുപോയതോടെ മത്സ്യബന്ധന മേഖല വറുതിയുടെ പിടിയിലായി. തീരക്കടൽ വിട്ടുപോയതോടെ മത്സ്യബന്ധന മേഖല വറുതിയുടെ പിടിയിൽ അമരുകയാണ്. കഴിഞ്ഞ 4 മാസത്തിലധികമായി ജില്ലയുടെ തീരത്ത് മത്സ്യക്ഷാമം രൂക്ഷമാണ്. വേനൽ പതിവിലധികം കടുത്തതോടെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മത്സ്യക്ഷാമം അനുഭവപ്പെടുകയുമാണ്. മത്സ്യക്ഷാമം നീണ്ടതോടെ അഴീക്കോട് മുനമ്പം കേന്ദ്രീകരിച്ചുള്ള മത്സ്യബന്ധന മേഖല വറുതിയുടെ പിടിയിലായി. അഴീക്കോട് നിന്ന് മാത്രം 300ഓളം വള്ളങ്ങൾ കടലിൽ പോകുന്നുണ്ട്. തൊട്ടടുത്തുള്ള എറണാകുളം ജില്ലയിലെ മുനമ്പം കേന്ദ്രീകരിച്ച് 1000ഓളം യന്ത്രവൽകൃത ബോട്ടുകളുമുണ്ട്. ഇവയിലെല്ലാം കൂടി 10,000ഓളം വരുന്ന തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. എല്ലാ വർഷവും വേനൽ കനക്കുമ്പോൾ കടലിൽ മത്സ്യലഭ്യത കുറയുക പതിവാണ്. 1-2 മാസം ഈ അവസ്ഥ നിലനിൽക്കും. എന്നാൽ ഇക്കുറി 4 മാസമായിട്ടും മത്സ്യക്ഷാമത്തിന് അറുതിയായിട്ടില്ല. ഒരു ഇൻബോർഡ് എഞ്ചിൻ വള്ളം ഇന്ധനം നിറച്ച് കടലിൽ പോയി വരുന്നതിന് ഏകദേശം 50,000 രൂപയോളം ചിലവ് വരും. മത്സ്യക്ഷാമത്തെ തുടർന്ന് കടലിൽ അലയുന്ന വള്ളക്കാർ വെറും കൈയോടെ കരയിൽ മടങ്ങിയെത്തുമ്പോൾ കടം മാത്രമാണ് മിച്ചമുണ്ടാവുക. കാലാവസ്ഥാ വ്യതിയാനം, അതിഭയങ്കരമായ ചൂടും അതോടൊപ്പം തന്നെ മത്സ്യത്തിൻ്റെ ലഭ്യത വളരെ നാമമാത്രമായ രീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു 4.5 മാസത്തോളമായി ഈ പോകുന്നതൊക്കെ തന്നെ നഷ്ടത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇന്ധന ചെലവാണെങ്കിൽ വലിയ ഭീമമായ